കപ്പൽ കയറി വന്നത് ശത്രുക്കളാണെന്ന് ഇന്ത്യൻ ജനത തിരിച്ചറിയുന്നതിന് മുൻപ് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ ജീവനറ്റു പോകും വരെ പോരാടിയ നാട്ടുരാജാവ്, സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തിനെതിരെ ജാതിമത ഭേദമന്യേ ആളെ കൂട്ടിയ നാട്ടുപ്രമാണി. 1805 നവംബർ 30 പഴശ്ശിയുടെ മരണം. 2 നൂറ്റാണ്ടുകൾക്ക് ശേഷവും പഴശ്ശി എന്ന ധീരയോദ്ധാവിന്റെ ത്യാഗസ്മരണ ഒളിമങ്ങാതെ കിടപ്പുണ്ട്. കോട്ടയം രാജകുടുംബത്തിലെ ഇളയ രാജാവായിരുന്നു കേരളവർമ്മ പഴശ്ശി രാജാവ്. 1-ാം മൈസൂർ യുദ്ധത്തിൽ ഇംഗ്ലീഷുകാരെ സഹായിച്ച ഭരണാധികാരിയാണ് പഴശ്ശി. നികുതി പിരിക്കാനുള്ള അധികാരം ബന്ധശത്രുവായ അമ്മാവന് നൽകിയതോടെയാണ് പഴശ്ശി ബ്രിട്ടീഷുകാരോട് ഇടഞ്ഞത്. കപ്പം കൊടുക്കാൻ നിവൃത്തിയില്ലാതിരുന്ന മനുഷ്യർ പഴശ്ശിക്ക് പിന്നിൽ സംഘടിച്ചു. ബ്രിട്ടീഷുകാരുടെ വഞ്ചനയ്ക്കെതിരായ പഴശ്ശിയുടെ ആദ്യ വിപ്ലവം അവിടെ തുടങ്ങി. പഴശ്ശിയെ പിടികൂടാൻ ബ്രിട്ടീഷ് സൈന്യം കിണഞ്ഞു ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു. ഇതോടെ പഴശ്ശി രാജ വയനാടൻ കാടുകളിലേക്ക് പിൻവാങ്ങി. പഴശ്ശി സ്വന്തം പടയാളികൾക്ക് പകർന്നു നൽകിയ ഊർജം വലുതായിരുന്നു. രാജകീയമായതെല്ലാം ഉപേക്ഷിച്ച് സാധാരണ പടയാളിയുടെ ജീവിതം സ്വീകരിച്ച അദ്ദേഹം അവർക്കൊപ്പം നിന്ന് തന്നെ പോരാടി. കുറിച്യർ പടയും നായർ പടയും ചേർന്ന പഴശ്ശി സൈന്യം ബ്രിട്ടൻ അധീനതയിലുള്ള ഇടങ്ങളിലെല്ലാം കനത്ത നാശം വിതച്ചു. ഇതോടെ ബ്രിട്ടീഷ് സൈന്യം താഴ്വാരത്തിലേക്ക് മടങ്ങി. ടിപ്പുവിന്റെ പതനത്തോടെ വയനാട് കൈയടക്കാൻ വന്ന ബ്രിട്ടനെതിരെ പഴശ്ശി വീണ്ടും യുദ്ധം ആരംഭിച്ചു. പഴശ്ശിയെ തളക്കാൻ മലബാർ ഉൾപ്പെടുന്ന ഭാഗങ്ങളിലെ പട്ടാളത്തിന്റെ സർവ്വ സൈന്യാധിപനായി ആർത്തർ വെല്ലസിയെ നിയോഗിച്ചു. വെല്ലസിയുടെ ശ്രദ്ധാപൂർവമായ നീക്കങ്ങളിൽ പഴശ്ശിക്ക് കാലിടറി. ഒപ്പം നിന്ന പടയാളികളിൽ പലരും പിടിക്കപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്തു. 1805 നവംബർ 29 കൂടെ നിന്നവരിൽ ചിലർ തന്നെ പഴശ്ശിയെ ഒറ്റിക്കൊടുത്തു. ബ്രിട്ടീഷ് സൈന്യം പുൽപ്പള്ളിക്കാട്ടിൽ വെച്ച് രാത്രിയുടെ ഇരുട്ടിൽ പഴശ്ശിയെയും സംഘത്തെയും ആക്രമിച്ചു. നവംബർ 30 ബ്രിട്ടീഷ് സൈന്യത്തിന്റെ വെടിയേറ്റ് കേരളവർമ്മ പഴശ്ശിരാജ കൊല്ലപ്പെട്ടു. മരണം വരെ ബ്രിട്ടനോട് പോരാടിയ പഴശ്ശി ഒരു വെടിയുണ്ടക്ക് മുന്നിൽ ചിതറിപ്പോകാൻ മാത്രം ഭീരുവല്ലെന്ന വാദവുമുണ്ട്. സൈന്യത്തിന് മുന്നിൽ അടിയറവ് പറയാതെ പഴശ്ശി സ്വയം മരണം വരിച്ചതാണെന്ന വാദവും ശക്തമാണ്. ടിപ്പുവിനെ തോൽപ്പിക്കാൻ ബ്രിട്ടനോട് കൂട്ടുകൂടിയെന്ന ചീത്തപ്പേരും പഴശ്ശിക്കുണ്ട്. സ്വന്തം അധികാരവും ഭൂമിയും നിലനിർത്തുക എന്ന വ്യക്തിപരമായ താല്പര്യമായിരുന്നു പഴശ്ശിയെ കൊണ്ട് ആയുധമെടുപ്പിച്ചതെന്ന വാദം ഉന്നയിക്കുന്നവരുമുണ്ട്. എന്നാൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ത്യാഗോജ്വലമായ ഏടാണ് പഴശ്ശി എന്നതാണ് യാഥാർത്ഥ്യം.